തീർച്ചയായിട്ടും വീട്ടിൽ വെക്കേണ്ട 10 കിടിലം പൂച്ചെടികളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചേക്കുന്നത്. അന്നേരം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക അല്ലേ പിളി? ആദ്യമായിട്ട് ഗോൾഡൻ കാസ്കേഡ് ആണ്. ഗോൾഡൻ കാസ്കേഡിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്നൊരു പേര് കൂടിയുണ്ട്. തൈക്ക് 100 രൂപ നിരക്കിലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിലായിട്ട് കൊടുക്കുകയാണ്. അത് മാത്രമല്ല 100 രൂപയുടെ വള്ളി റോസാണ് ഈ കാണുന്നത്. വെറും 100 രൂപയ്ക്ക് നമ്മൾ തൈ ഉണ്ടാക്കിയ നല്ല തൈ ഹെൽത്തി റൂട്ടഡ് പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റ്സ് ക്ലോ ആണ് അടുത്തതായിട്ട് വരുന്നത്. കാറ്റ്സ് ക്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കാറ്റ്സ് ക്ലോ മതിലിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ലപോലെ നമുക്ക് ഒരു ക്ലൈമ്പിംഗ് അപ്പാരറ്റസ് ഉണ്ട് അതിന്. അതുകൊണ്ട് നന്നായിട്ട് മതിലൊക്കെ പിടിച്ച് നിൽക്കും. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. അതാണ് നമ്മളെ മൂന്നാമത്തെ ഫ്ലവറിംഗ് പ്ലാന്റ് ആയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പൂക്കുന്ന പ്ലാന്റ് ആണ് കാറ്റ്സ് ക്ലോ എന്നറിയപ്പെടുന്നത്. നല്ല വെയിൽ വേണം. വെയിലുള്ള സമയത്ത് നല്ല അടിപൊളിയായിട്ട് പൂക്കും. പൂക്കുന്ന സമയത്ത് കണ്ണ് കാണാത്ത രീതിയിൽ പൂക്കും. അതേപോലെ തന്നെ പെട്രിയ ക്രീപ്പർ, പെട്രിയ വൈനാണ് ഇതിൻ്റെ ലെയർ ചെയ്ത കുറച്ച് പ്ലാന്റ്. ഈ നീല കളറാണ് നമുക്ക് നിറച്ചും പോകുന്നത്. നമുക്ക് നല്ല ഓർഡർ ഉള്ളതും ഈ തരം നീല കളറുള്ള പെട്രിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറേ പ്ലാന്റ് ആയിട്ടുണ്ട്. ഇതും നമുക്ക് വെക്കാൻ പറ്റുന്ന, അതായത് ഫ്ലവറിംഗ് പ്ലാന്റിൻ്റെ ശ്രേണിയിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റുകളിലൊന്നാണ്. അതേപോലെ തന്നെ മുസാൻ്റെ വൈറ്റ് ആണ് ഈ കാണുന്നത്. 70 രൂപ നിരക്കിലാണ് ഇതിൻ്റെ ചെറിയ തൈ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൈയാണ് ഇത്. മദർ പ്ലാന്റ് ആണ്. സ്ഥിരമായിട്ട് പൂക്കുന്ന മുസാന്ത ഇനങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് വെള്ള മുസാന്തയും റെഡ് മുസാന്തയും. റെഡ് മുസാന്ത കിട്ടാൻ ഇച്ചിരി ദൗർലഭ്യമാണ്. അതിനുശേഷം നല്ല വിലയാണ്. അതേപോലെ തന്നെ ഇക്സോറയിൽ തന്നെ ഭദ്രകാളി തെറ്റി നിറച്ച് പൂ പിടിക്കുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ്. അതേപോലെ തന്നെ പിച്ചകം, പണ്ട് നമ്മൾ പാട്ടിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം എന്നൊക്കെ പറഞ്ഞല്ലേ. അന്നേരം പിച്ചകത്തിൻ്റെ പ്ലാന്റാണ് ഈ കാണുന്നത്. വലിയ പ്ലാന്റാണ്. നല്ലപോലെ നിറച്ച് എറിഞ്ഞിൽ പോലെ ചെറിയ പൂക്കൾ പിടിക്കുന്ന പ്ലാന്റാണ്. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള വെള്ള കളറാണ്. ആ തൂവെള്ള എന്ന് പറയും. നല്ല വെള്ള നിറത്തിലായിരുന്ന തൈകളാണ്. ആ തൈകളും അതേപോലെ തന്നെ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ നമ്മളെന്താ അമ്പലത്തിലേക്ക് എടുക്കാനായിട്ടും അതേപോലെ തന്നെ ഒന്നും വേണ്ട, ചുമ്മാ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിട്ട് കിടക്കുന്ന ഒരു പ്ലാന്റാണ് പിച്ചകം പൂ. അതുപോലെ തന്നെ റെഡ് മുസാന്ത ഇത് കണ്ടില്ലേ, മൾട്ടി പെറ്റലാണ്. ഇത് നിറച്ച് പൂ പിടിക്കുന്ന പണ്ടുള്ള വെറൈറ്റിയാണ്. പണ്ട് ഒരുപാട് വീടുകളിലുണ്ടായിരുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു പ്ലാന്റ് എന്നും, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് പ്ലാന്റ് വളരുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വെള്ള വള്ളി റോസാണ് ഈ കാണുന്നത്. വെള്ള വള്ളി റോസ് സ്റ്റാൻഡ് ചെയ്ത് സെറ്റ് ചെയ്ത് നിർത്തിക്കുന്നത്. മഴയായിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് പൂത്ത് കിടക്കുന്ന ഒരു പ്ലാന്റാണ് വെള്ള റോസ്. അതേപോലെ തന്നെ റെഡ് വള്ളി റോസും അതേപോലെ പിങ്ക് കുറച്ച് കാണത്തുള്ളൂ, ഒരുപാടൊന്നും കാണില്ല. അതേപോലെ തന്നെ മാൻഡിവില്ല വൈറ്റ് നല്ലപോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ഇച്ചിരി വെയിലൊക്കെ കൊള്ളുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. വെള്ളം മഴയത്ത് റെഡും പിങ്കും ഒന്നും വെക്കാൻ പാടില്ല. മാത്രമല്ല കൊറിയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് മാൻഡിവില്ല. അതേപോലെ തന്നെ ബ്രൈഡൽ ബൊക്കെയാണ് ഈ കാണുന്നത്. ബ്രൈഡൽ ബൊക്കയുടെ തയ്യാണ് ഈ കാണുന്നത്. ഇഷ്ടംപോലെ കുറച്ചുണ്ട്. അന്നേരം ഈ ബ്രൈഡൽ ബൊക്കയുടെ പ്രത്യേകത അറിയാമല്ലോ, നിറച്ച് എറിഞ്ഞിട്ട് പോലെ പൂത്ത് കിടക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതും നമുക്ക് വീട്ടിൽ നിറച്ച് പൂ പിടിക്കുന്ന നല്ല വെയിലത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്ലാന്റുകളിലൊന്നാണ്. ഇത് വെള്ള വള്ളി റോസിൻ്റെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുന്ന പ്ലാന്റാണ്. കണ്ടില്ലേ? അതേപോലെ നമ്മളിവിടെ വിയറ്റ്നാം എയർലി ഗോൾഡിൻ്റെ ഒരു റെഡ് കളറുള്ളൊരു വെറൈറ്റി ഇപ്പം തൈ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡുള്ള 12 ബ്രിക്സ് 13 ബ്രിക്സ് മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈയും, അതേപോലെ തന്നെ റെഡ് ഫ്രൂട്ട് ഷീമപ്ലാവിൻ്റെ ലെയർ ചെയ്ത് നല്ല സുന്ദരമായ തൈയും ഒരു 500 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ പെട്രിയ വൈൻ തീരുന്നതിന് മുമ്പ് വാങ്ങുക. ഒരുപാട് പ്ലാന്റില്ല, 100-150 പ്ലാന്റുകളെ കാണത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്